നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് മത്സര പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ചോദ്യോത്തരങ്ങൾ പാർട്ട് 2. ഹൈന്ദവ ധർമ്മോദ്ധാരകൻ എന്ന പേര് സ്വീകരിച്ച ഭരണാധികാരി ഛത്രപതി ശിവജി. ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ബെൽഗ്രേഡ്. ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം ശുക്രൻ. പാഴ്സികളുടെ പുണ്യഗ്രന്ഥം സെന്റ് അവസ്ഥ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി സമുദ്രഗുപ്തൻ. ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന ഗ്രഹം ചൊവ്വ. AD 1741 മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ച വിദേശികൾ ഡച്ചുകാർ. AD 750 1000 വടക്കേ ഇന്ത്യയിലെ പാല സാമ്രാജ്യം നിലനിന്നിരുന്ന ഇന്നത്തെ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ നൗറു ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ശാന്തസമുദ്രം. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഇന്ത്യ. ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം കുറഞ്ഞ വോൾട്ടേജ് കൂടിയ വോൾട്ടേജ് ആക്കാൻ. സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി 93 ഭേദഗതി. കേരളത്തിലെ വനഗവേഷണ കേന്ദ്രം പീച്ചി. കേന്ദ്ര ഭരണ പ്രദേശത്തിലെ മുഖ്യ ഭരണാധികാരി ലഫ്റ്റനന്റ് ഗവർണർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ. ആയുർവേദത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള വേദം അഥർവവേദം. ജീവിതപാത എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ചെറുകാട്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം. അശോകൻ ജനിച്ച രാജവംശം മൗര്യ രാജവംശം. കേരള പാണിനി എന്നറിയപ്പെട്ടിരുന്ന സാഹിത്യകാരൻ AR രാജരാജ വർമ്മ. മണിനാഥം എന്ന കവിതയുടെ രചയിതാവ് ഇടപ്പള്ളി. മഹാഭാരതത്തിലെ പർവ്വതങ്ങൾ എത്രയെണ്ണം? 18. 100 മീറ്റർ ഓട്ടത്തിൻ്റെ ചാമ്പ്യൻ മോംഗോമറിയുടെ ജന്മനാട് അമേരിക്ക. പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയായ വ്യക്തി HD ദേവഗൗഡ. ത്രിരത്നങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന മതം ജൈനമതം. ഉള്ളിൽ കഴിക്കാനുള്ള പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തി ആൽബർട്ട് സാബിൻ. നന്ദനാർ എന്ന തൂലിക നാമത്തിൽ എഴുതുന്നത് PC ഗോപാലൻ. ഗായത്രി മന്ത്രം ഏത് വേദത്തിലാണ്? ഋഗ്വേദം. പോർച്ചുഗീസ് അധീനതയിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച വർഷം 1961. അംബേദ്കറുടെ സമാധി സ്ഥലം ചൈത്രഭൂമി. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം ബാംഗ്ലൂർ. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ്? കർണാടക. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത ഇന്ത്യൻ വൈസ്രോയി ഹാർഡിഞ്ച് പ്രഭു. ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന സ്ഥലം മർമഗോവ. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റർ ആയിരുന്ന യൂണിയൻ മന്ത്രി അരുൺ ഷൂരി. ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം വൂളാർ. പഹാരി ഭാഷ ഏത് സംസ്ഥാനത്താണ് സംസാരിക്കുന്നത്? ഹിമാചൽ പ്രദേശ്. 1773 കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. അഷ്ടപ്രധാൻ ഏത് ഭരണാധികാരിയുടെ മന്ത്രിസഭയാണ്? ശിവജി. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം വടക്കുംനാഥ ക്ഷേത്രം. ഐക്യരാഷ്ട്രസഭയുടെ സിവിലിയൻ പോലീസ് ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ
കിരൺ ബേദി. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക നേതാവ് ഹർദയാൽ. ഔദ്യോഗിക പദവിയിലിരിക്കെ വിദേശത്ത് വച്ച് ദിവംഗതനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. മറാത്ത മാക്യവല്ലി എന്ന് വിശേഷിക്കപ്പെടുന്നത് ബാലാജി വിശ്വനാഥ്. സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ്, കാർബൺ. ജലത്തിൻ്റെ pH മൂല്യം 7. മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖ പെഡോളജി. സിൽവർ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട ഉൽപ്പാദനം. ദേശീയ മാതൃസുരക്ഷാ ദിനം ഡിസംബർ 5. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. സോഡിയം എന്തിലാണ് സൂക്ഷിക്കുന്നത്? മണ്ണെണ്ണയിൽ. പ്രാണികളെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ എൻഡമോളജി. ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ സർവകലാശാല കൊൽക്കത്ത സർവകലാശാല. ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? R.K. ലക്ഷ്മൺ. ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാന. പഞ്ചായത്ത് ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ്? നേപ്പാൾ. മാൽഗുഡി ഡേയ്സ് ഏത് പ്രശസ്ത സാഹിത്യകാരൻ്റെ കൃതിയാണ്? R.K. നാരായണൻ. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഷിയോനാക് പുഴ ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ഏറ്റവും വലിയ ദേശീയ ഗാനം ഏത് രാജ്യത്തിൻ്റേതാണ്? ഗ്രീസ്. ഹൃദയസ്മിതം ആരുടെ കൃതിയാണ്? ഇടപ്പള്ളി രാഘവൻ പിള്ള. വാട്ടർ സ്കോട്ട് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് C.V. രാമൻ പിള്ള. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരിച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം. മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് V. മാധവൻ നായർ. വാസ്കോഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങിയ കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേൽ. കുന്നല കോനാത്തിരി എന്നറിയപ്പെടുന്ന രാജാവ് സാമൂതിരി. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ. ചവിട്ടുനാടകം ഏത് മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ്? ക്രിസ്ത്യൻ. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവ. ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഡോക്ടർ S. സ്വാമിനാഥൻ്റെ ജന്മസ്ഥലം മാങ്കൊമ്പ്. വിലാസിനി ആരുടെ തൂലിക നാമമാണ്? M.K. മേനോൻ. ആശാ മേനോൻ ആരുടെ തൂലിക നാമം? K. ശ്രീകുമാർ. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഇവൻറ്റിൽ സെമി ഫൈനലിൽ എത്തിയ പ്രഥമ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. കേരളത്തിൽ അവസാനം രൂപീകൃതമായ ജില്ല കാസർഗോഡ്. നന്ദനാർ എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ നാമം P.C. ഗോപാലൻ. അലാഹയുടെ പെൺമക്കൾ ആരുടെ കൃതിയാണ്? സാറ ജോസഫ്. പ്രാചീന കാലത്ത് ബലിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം രാമേശ്വരം. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ K.M. പണിക്കർ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഹിരാക്കുഡ്. കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന സംസ്ഥാനം കർണാടക. ഒരു കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാൻ നടത്തുന്ന ടെസ്റ്റ് DNA ടെസ്റ്റ്. വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ക്ലോറിൻ. ചന്ദന മരങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടക. സാർസ് എന്നാൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മനില. ഇന്ത്യയിൽ മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്
തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഭൗമദിനം ആചരിക്കുന്ന ദിവസം ഏപ്രിൽ 22. ഒരു മനുഷ്യൻ്റെ സാധാരണ ശരീര ഊഷ്മാവ് 98.4 ഡിഗ്രി ഫാരൻഹീറ്റ്. ഐഡോൾസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സുനിൽ ഗവാസ്കർ. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് 1927 സ്ഥാപിച്ചത് ബിർളയും താക്കൂർദാസും. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണി കഴിപ്പിക്കാനുള്ള കാരണം കിങ് ജോർജ് അഞ്ചാമൻ്റെയും ക്യൂൻ മേരിയുടെയും ഇന്ത്യ സന്ദർശനം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ അംബേദ്കർ. അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിച്ചത് BC 327. ഇന്ത്യയിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി സുചേത കൃപലാനി. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.